അധ്യാപകരുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞപ്പോൾ സെമീക്കിൻ്റെതായ ഒരു അനുഭവം പറയാനുണ്ടാവും. ഈ സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അല്ല, തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അധ്യാപനം, ഇപ്പം ഞാനിപ്പോൾ ഒരു ടെക്നിക്കൽ പേഴ്സണാണ്, എൻ്റെ പ്രൊഫൈൽ തന്നെ വേറെയാണ്, പല മേഖലകളുമുണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം തന്നെ ഞാൻ അധ്യാപനം ഒരു സൈഡിൽ കൂടി ഞാൻ കൊണ്ടുപോകുന്നത് അതെനിക്ക് ഭയങ്കര ഒരു പാഷനായിട്ടുള്ള കാര്യമാണ്. അതിന് മെയിൻ കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് തന്ന് നമ്മളെയൊക്കെ ട്രാൻസ്ഫോം ചെയ്തെടുത്തത് അധ്യാപകരാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇത് പറയുമ്പോൾ 2 അധ്യാപകർ ഓർമ്മ വരും. ആദ്യത്തെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എൻ്റെ ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു നാട്ടിലെ നമ്മളൊരു നാട്ടും പ്രദേശത്തെ തനി ഗ്രാമമാണ്. അപ്പോൾ അവിടെ ഒരു 5ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളുള്ളൂ, ഒരു ഗവൺമെൻറ് സ്കൂള്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പൊതുവേ ആ സമയത്ത് ഭയങ്കര ഒരു എനിക്ക് ഐ തിങ്ക് ഒരു നമുക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടി തന്നെയായിരുന്നു. എനിക്ക് വായിച്ചാൽ തലയിൽ കയറില്ല, വായിക്കാൻ അറിയില്ല. ഈവൻ 4ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉൾപ്പെടെ എനിക്ക് മലയാളം മര്യാദക്ക് വായിക്കാൻ അറിയാത്തൊരു സമയം ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഏതെങ്കിലും ദിവസം എല്ലാ ദിവസവും ഞാൻ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പാരൻറ്റും അതിൻ്റെ ഒരു കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്, ആ കുട്ടീനെ ഞാൻ തല്ലിയിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും, ബാറ്റ് കൊണ്ട് ഇടിച്ചിട്ടുണ്ടാവും, കോമ്പസ് വെച്ച് കുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം തീർക്കലാണ് ഉമ്മാൻ്റെ പണി. അപ്പോൾ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യണേ. കാരണം നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള കഴിവില്ല, നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഒരു കുട്ടിയെന്ന നിലയ്ക്ക് നമ്മൾ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഈ പണിക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ഥിരം ശീലമാണ്. പഠിക്കാനാണെങ്കിൽ ഉമ്മ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു നോക്കിയിട്ട് പഠിപ്പിക്കാൻ നോക്കിയിട്ട് പഠിത്തം നടന്നിട്ടില്ല. ഏതൊരവസ്ഥ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, 2ലും 3ലൊക്കെ പഠിക്കുമ്പോൾ ഉമ്മ വല്ല ചാമ്പക്കയും പേരക്കയൊക്കെ പറിച്ച് തന്നു വിടും. എന്നിട്ട് പറയും, എടാ പഠിക്കുന്ന ഏതിനും കുട്ടികൾക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവിടാന്ന് പറയും. കാരണം ഈവൻ മലയാളം ഞാനൊന്നും ചെറുപ്പത്തിലും പൂമ്പാറ്റൊന്നും വായിച്ചിട്ടില്ല. അപ്പം ആ ലെവലിൽ ബാലരമയും പൂമ്പാറ്റൊന്നും വായിക്കാതെ വളർന്നതാണ്. കാരണം മലയാളം അറിയില്ല. അങ്ങനെ വളർന്നു വന്ന സമയത്ത് ഒരിക്കലും എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി വെറുതെ സ്കൂളിൻ്റെ വാതിലൊന്ന് ചവിട്ടി. അപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടാകുന്നില്ല, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാകും. ചവിട്ടി വാടതി വാതിൽ അങ്ങോട്ട് ഉള്ളിലേക്കാണ് പോയി. അപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലെ ഗുണ്ടയാണ്. ഈ വാതിലാണ് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ സാറ് വന്ന് പിടിച്ചിട്ട് സാറ് പറഞ്ഞു പോലീസിനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. പോലീസ് എനിക്ക് അന്നേ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ്. പക്ഷേ പിന്നീട് ആ സാറ്, അബ്ദുറഹ്മാൻ സാർ എന്നാണ് ആ സാറിൻ്റെ പേര്, ആ സാറ് പിന്നീട് എന്നെ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. സാറിന് മനസ്സിലായി എന്താണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായി. ഞാൻ ശരിക്കും കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് പ്രാപ്തിയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് സാറിന് മനസ്സിലായി. സാർ എന്താ ചെയ്തതെന്ന് അറിയാമോ? സാർ എന്നെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ലൈക്ക് ഒരു എന്താ പറയുക, മാർക്കർ പോയിട്ട് എടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനം ഓഫീസ് റൂമിൽ പോയി വാങ്ങാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികൾ വർത്തമാനം പറയുന്നവരെ പേര് എഴുതാൻ വേണ്ടി, അങ്ങനെ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സാറിനോട് ഒരു അടുപ്പവും ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറ് യൂത്ത് ഫെസ്റ്റിവൽ സ്കൂളിൽ ഇങ്ങനെ മത്സരം നടക്കുന്ന സമയത്ത് എന്നോട് മോണാക്റ്റിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മോണാക്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് മോണാക്റ്റിൽ പങ്കെടുത്തു. അങ്ങനെ സ്കൂളിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. അങ്ങനെ ഉപജില്ലാ കലോത്സവം കൊണ്ട് അവിടെ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. പിന്നെ സാറ് എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഏത് പരിപാടിയിലും സ്കൂളിൽ എൻ്റെ ഒരു മോണാക്റ്റ് വെക്കും. അങ്ങനെ എന്തായി, എനിക്ക് അതിലൊരു അറ്റൻഷൻ കിട്ടിയപ്പോൾ ഞാൻ അതിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങളെ തിങ്കിങ് പാറ്റേൺ മാറി. ആബ്സല്യൂട്ട്ലി. ഒരു മനുഷ്യന് ഒരു ഫോക്കസ് മാറ്റിയാണ്. അതൊരു ഒരു ആളുടെ നേച്ചർ ആ സാറ് ഞാൻ പോലും അറിയാതെ മാറ്റിയെടുത്തു. പിന്നീട് എന്താണ്, ഞാൻ എൻ്റെ അറ്റൻഷൻ ഗ്യാദറിങ് നെഗറ്റീവ് എനർജിയിൽ അറ്റൻഷൻ ഗ്യാദർ ചെയ്താൽ ഞാൻ പോസിറ്റീവ് എനർജിയിൽ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഈ ഒരു സംഭവം ഇപ്പോഴുള്ള അധ്യാപകർക്കും ഇപ്പോഴുള്ള പാരൻസിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ കുട്ടികളിൽ. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിന്റ് അപ്രീസിയേഷനാണ്. അതായത് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇന്ന് കമ്പനി ഭരിക്കുന്ന ജനറൽ മാനേജർ ആയാലും പോലും ആർക്കും വേണ്ട ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നൊരു വർക്കിനുള്ള അപ്രീസിയേഷൻ, അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്. അല്ല, അത് ഭയങ്കര സംഭവം. എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെയാണ്. ഒരു അഭിനന്ദനം കിട്ടുക എന്നുള്ളത്, നമുക്ക് മുഖത്ത് നോക്കിയ ഒരാളോട് അഭിനന്ദിക്കാൻ പറ്റുക എന്നുള്ളത് അതൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ ഈ അധ്യാപകൻ്റെ ഈ ഇടപെടൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വഭാവത്തിനെ 360 ചേഞ്ച് ചെയ്തെന്നുള്ളതാണ്. വേറൊരു എക്സ്പീരിയൻസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടൗണിലാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പോയിട്ട് ചേരുന്നത്. ഒരു ദിവസം 6ാം ക്ലാസ് സ്കൂളൊക്കെ തുടങ്ങി ഏതാണ്ട് ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഉമ്മച്ചി എടുത്ത് പറഞ്ഞ്, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു.